എല്ലാവർക്കും ഖത്തറിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും നാട്ടിൽ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്കും സുനുമോനും മോൾക്കും കുഞ്ഞുവാവയ്ക്കും സുഖമാണ്. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ നോമ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിറന്നാൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പോവാണ്. ഞങ്ങൾ വേറെ എവിടെയല്ല പോകുന്നത്, ഖത്താറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഖത്താറിൽ ഒരു വലിയ ഹാളുണ്ട്. അവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ സ്ഥലം. വലിയൊരു പിന്നെ ഹാളാണ്. ആ ഹാളിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. സൈഡിലായിട്ട് ഒക്കെയുള്ള കുറേ ചിത്രങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്തോ അവരുടെ എന്തെങ്കിലും കഥകളായിരിക്കാം വരച്ച് വെച്ചിട്ടുള്ളത്. കാണാനായിട്ട് എനിക്കത് നല്ല ഭംഗി തോന്നി. കുറച്ച് ആ ഭാഗത്ത് കുറച്ച് ലൈറ്റിൻ്റെ പ്രകാശം കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് വലിയ ക്ലിയർ ആയിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. സെല്ലിൽ എടുക്കണതല്ലേ, ഇനി ടി വിയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഇഷ്ടം തോന്നി, ഞാൻ എടുത്തതാണ്. കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അകത്ത് പോയപ്പോഴത്തേക്കും അകത്തോട്ട് പോകുമ്പോൾ 2 ചെടിച്ചട്ടിയെ കാണാൻ പറ്റി. അതിനകത്തോട്ട് കയറി ചെറിയ ചെറിയ സ്റ്റോളായിട്ട് ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് സാധനങ്ങൾ വെച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ നാട്ടിലെ രാജാവാണ്. 2 പേരും അച്ഛനും മകനുമാണ്. 2 പേരാണ് ഇവിടുത്തെ രാജാവ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എക്സിബിഷൻ വെച്ചിട്ടുള്ളത് പോലെയാണ്. ഇതൊക്കെ എക്സിബിഷൻ വെച്ചതുപോലെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റ് വെച്ചിരിക്കുന്ന ഇടത്തിലോട്ട് പോയി. അവിടെ കണ്ടല്ലോ, വലിയ മാറ്റാണ്, വലിയ ഹാളിലൊക്കെ ഇടാനുള്ളത്. അതിൻ്റെ വില ചോദിച്ചു ഞങ്ങൾ. വെറുതെയെങ്കിലും 2500 റിയാലാണ് ഈ ഒരു മാറ്റിൻ്റെ വില പറഞ്ഞത്. അത് കേട്ടത് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അതായത് നമ്മുടെ നാട്ടിലെ 51,700 രൂപ അടുപ്പിച്ചാകും ഈ ഒരു മാറ്റിന്. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും അതിലൊന്ന് എണീറ്റെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിലോട്ട് കയറിയിരുന്നത്. പല ടൈപ്പിലുള്ളതുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്, റൗണ്ടായിട്ട്, സ്ക്വയറായിട്ട്, ഓവൽ ഷേപ്പ്, അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിന് തൃപ്തിയായി വില കേട്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും അവരുടെ ഓരോരോ ഈ ചായ കുടിക്കുന്ന കപ്പുകൾ, അവർക്ക് നമ്മളെപ്പോലെ ഒത്തിരി വലിയ കപ്പിലൊന്നും കുടിക്കില്ല. ഇത് വന്നിട്ട് എന്തോ ഒരു മേശയുടെ പുറത്തൊക്കെ വയ്ക്കാനുള്ള സാധനമാണ്. അതിൻ്റെ വില 250 റിയാലാണ് ഒന്നിൻ്റെ വില വന്നിട്ട്. വെയിറ്റൊന്നും ഇല്ലാത്ത ചെറിയൊരു പാത്രം പോലെയാണ് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഫീൽ തോന്നുന്നത്. താഴെ വീണാൽ പൊട്ടും എന്നുള്ള ആ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും കുറച്ചുകൂടി വലിപ്പത്തിലുള്ളത് എടുത്തു നോക്കി. അത് 500 റിയാൽ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മതിയായി. നമുക്ക് അത്രയ്ക്കും ആ വില കൊടുത്ത് നമ്മളതൊക്കെ വാങ്ങിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇവിടെ ചായ കുടിക്കുന്ന, ഇവിടുത്തെ നാട്ടിലെ ചായ കുടി പാത്രമാണ്. ഇതതിൻ്റെ ജഗ്, ചായ എടുക്കാനുള്ളത്. അങ്ങനെ പല ടൈപ്പിലുള്ളതും ഉണ്ട്. നമ്മളെ പോലെ വലിയ ഗ്ലാസ്സിലൊന്നും അവർക്ക് അത്രയും ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ കീ ചെയിനൊക്കെ കണ്ടു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്കതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വിലയുണ്ട്. വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, നിറയെ അറബികളൊക്കെ വരും. അത് കഴിഞ്ഞ് എൻ്റെ മോള് ഇവിടെയുള്ള ഈ കുട്ടികളുടെ തലയിൽ, മിക്ക കുട്ടികളുടെയും തലയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുമോൾക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങളത് വെറുതെ എടുത്ത് വെച്ചിട്ട് വില ചോദിച്ചപ്പോഴത്തേക്കും 180 റിയാലാണ് പറഞ്ഞത്. 180 റിയാലാകുമ്പോഴത്തേക്കും 3000 രൂപ, നമ്മുടെ നാട്ടിലെ 3000 രൂപ. അതുകൊണ്ട് ഞങ്ങളതൊന്ന് വെച്ച് ഞാനും എൻ്റെ മോളും ഒന്ന് ഭംഗി നോക്കി, വീഡിയോയും എടുത്തു. അയാൾ വില പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി, ഞങ്ങൾ വീഡിയോ എടുത്ത് പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മോക്കൊരു ഫ്രോക്കെടുത്ത് ഇടാനായിട്ട് അവൾ ഒറ്റ ഓട്ടം അത് ഇടാൻ സമ്മതിക്കാതെ ചോക്ലേറ്റൊക്കെ കൊടുത്ത്
എൻ്റെ അനുമോള് അവളെ പറ്റിച്ച് ഫ്രോക്ക് ഇടാൻ നോക്കുകയാണ്. അളവ് കറക്റ്റാണോ എന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ബ്ലാക്ക് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ ചോക്ലേറ്റും കയ്യിൽ കൊടുത്തതിന് ശേഷം, കൈക്കൂലി കൊടുത്തതിന് ശേഷമാണ് ഫ്രോക്ക് ഇടാൻ നോക്കിയത്. പക്ഷേ അവിടെയും വിജയിച്ചില്ല. ഒരു കൈയേ കയറിയുള്ളൂ, മറ്റേ കൈ കയറുന്നില്ല. അവൾക്ക് ടൈറ്റാണ്. അവൾക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് അവൾക്ക് ചില ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്കും ടൈറ്റായിരിക്കും. അങ്ങനെ അവിടവും ഞങ്ങൾക്ക് ഇത് കണ്ട ഒരു അറബി പെണ്ണിനെ കണ്ടു, ഒരു ബൊമ്മയെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിറയെ എന്താ പറയാനാ, നിറയെ ടോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല നല്ല ടോപ്പുകളുണ്ട്, പർദ്ദയുണ്ട്. അത് കഴിഞ്ഞ് ക്രീം ഐറ്റത്തിലോട്ട് വന്നു. ഒരു ഐസ്ക്രീം കുറ്റിയൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം പോലെ തോന്നിക്കുന്ന രീതിയിൽ പല പല കളറിലെ പല പല ഫ്ലേവറിൽ ഉള്ള ക്രീമുകളാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബൊമ്മയെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദൂരം നടന്നു. ഒരുപാടിടത്ത് ആ ഒരു ക്രീം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ മോള് പിന്നെ എല്ലാത്തിലും കയറി ഒന്ന് ടച്ച് ചെയ്ത് നോക്കാതെ പോവില്ല. അത് അവളുടെ ഒരു സ്വഭാവമാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ വീട്ടിൽ നിന്ന് കുളിച്ച് തേച്ച് കഴുകിയൊക്കെയാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ ക്രീം അടുത്ത ഒരു ഭാഗത്ത് വന്നപ്പോൾ ഈ പെൺകുട്ടി വിട്ടില്ല. അവളെ കണ്ടിട്ട് എന്തൊക്കെയോ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ട് അവളെ മയക്കിയെടുത്ത് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് കൈയൊക്കെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അത് വാഷ് ചെയ്താൽ ഇങ്ങനെ പളപളന്നാകുമെന്നും പറഞ്ഞ് കഴുകുകയാണ്. തേക്കൽ ഒത്തിരി നേരം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് മൂക്ക് നോവാതെ തന്നെ ഒപ്പിയെടുത്തു. നോക്ക്, ഈ കൈയും ഈ കൈയും നോക്ക്, വ്യത്യാസം കണ്ടോ എന്നൊക്കെയാണ് ഈ പറയണത്. എന്താണ്, കുറച്ച് പൊടിയും അഴുക്കും പോയിട്ടുണ്ടാവും. അവൾ തേച്ച് ഇത് കുറച്ച് നേരം കഴുകിയില്ലേ, ഒരു അരമണിക്കൂറോളം ഇട്ട് തേച്ചില്ലേ. അത് കഴിഞ്ഞ് തേച്ച കയ്യിലെ വിരലിൽ അടുത്ത മോതിരം ഇടാനായിട്ട് വന്നു. മോതിരങ്ങൾ എടുത്ത് സെലക്ട് ചെയ്യണം. മോതിരം, മാല, നെക്ലേസ്, വള ഒന്നും വാങ്ങാനല്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ സത്യത്തിൽ ഇതുവരെയും. എന്നാലും അവൾ ഇങ്ങനെ നോക്കും ഓരോന്നും. അത് കഴിഞ്ഞ് അടുത്ത ഒരു പർദ്ദക്കടയിൽ വന്നപ്പോൾ എനിക്ക് ആ കുട്ടിയെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ, ബൊമ്മയെ പോലെ ഇരിക്കുന്നു കാണാനായിട്ട്. ഒത്തിരിയൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും എടുത്തു. എന്നിട്ടും എൻ്റെ മോളുടെ മോതിരം ഇടൽ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അടുത്തത് വീണ്ടും എടുത്തിട്ടു. വെറുതെയാണ് കേട്ടോ മോതിരം, മാല, ഡ്രസ്സ് എല്ലാം എടുത്ത് ഇട്ട് നോക്കിയിട്ട് തിരിച്ച് അതുപോലെ വെച്ചിട്ട് വരും. ഇത് അവളുടെ ഒരു വലിയ സ്വഭാവമാണോ അതെനിക്കറിയില്ല. എനിക്ക് ആ സ്വഭാവം എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. മോളത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇത് മാർജിൻ ഫ്രീ ആണ്. അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മാർജിൻ ഫ്രീ, വലിയൊരു കട മോള് പോലത്തെ. അതിനകത്ത് കുറച്ച് വീഡിയോ എടുത്തു. വരണ വഴിക്കാണ് ആ സ്ഥലത്ത് തന്നെ. അത് കിട്ടിയ അറബികളെയും പിന്നെ അറബി പെണ്ണുങ്ങളെയൊക്കെ എടുത്തു. ഇവിടുത്തെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാറ്, പിന്നെ എല്ലായിടത്തിലും ഭയങ്കരമായിട്ട് ലൈറ്റ് ഇത് എപ്പോഴും ഉള്ളതാണ്. പിറന്നാൾ സമയമല്ല, നമുക്ക് ഈ വലിയ വലിയ മോളുകളും പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ എപ്പോഴും ഉള്ളതാണ് ഈ ലൈറ്റ് പ്രകാശം. പിന്നെ ആ സ്റ്റാറിനകത്ത് കയറി ഒന്ന് ഞാനും എൻ്റെ കുഞ്ഞുമോളും ഒന്ന് നിന്നു. അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ അവിടെ നിന്നെടുത്തു. കഴിഞ്ഞിട്ട് ആ ലൈറ്റ് കണ്ട നല്ല ഭംഗിയുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നോ? ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. കാരണം ഒരേപോലെ തന്നെ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടേ ഇരിക്കും സ്റ്റാറ്. പിന്നെ ആ ഭംഗി, ആ ലൈറ്റ്, ഇതൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കുന്ന ലൈറ്റിനെ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പനമരം പോലെ ലൈറ്റ് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ഒരുപാട് അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷെ ഒത്തിരി നടന്ന് ഒത്തിരി സമയവുമായി, കാലും നല്ല വേദന തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ. പതുക്കെ അവിടുന്ന് ഇറങ്ങി, ഹാളിൽ നിന്ന് ഇറങ്ങി. പിന്നെ എവിടെ നോക്കിയാലും വീണ്ടും കണ്ട സ്റ്റാറ്, എവിടെ നോക്കിയാലും ഈ സ്റ്റാറും ഉണ്ടാവും, ഒരു ചന്ദ്രക്കലയുണ്ടാവും. അറബികൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചന്ദ്രക്കല
കാണും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറബികളെ നമുക്ക് നേരിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, ചന്ദ്രക്കലയെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ഇത് കുറച്ച് ഭാഗം മണ്ണിനടിയിലായതുപോലെ. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലൊന്ന് പോകണമായിരുന്നു. ബാത്റൂം തേടി വന്നപ്പോഴത്തേക്ക് ദേ കിടക്കണ ഒരെണ്ണം ചരിഞ്ഞ ഒരു ബിൽഡിങ്. ഇത് വേറൊന്നുമല്ല, കുട്ടികളുടെ കളിക്കണ ഒരു ചെരിഞ്ഞ് കിടക്കണ ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെയാണ് ഇതിന് പേര്. മറിഞ്ഞ് കിടക്കും പോലെ അല്ലേ ഇരിക്കുന്ന കാണാനായിട്ട്. അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അതിനകത്ത് ബാത്റൂമുണ്ട്. കുട്ടികൾക്ക് അതിനകത്ത് കയറിയാൽ കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ചർക്കലും കറങ്ങലും ഗെയിമും ഒക്കെ. അതിനകത്ത് ഞങ്ങൾ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്, ഇപ്പോൾ കയറിയില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് മാത്രമേ എടുത്തു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 വീരന്മാരെ പോലുള്ള 2 റോബോട്ടുകൾ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഫ്രണ്ടിലാണ് അത് ഇരിക്കുന്നത്. അത് ഇങ്ങനെ നമുക്ക് ഒത്തിരി ദൂരെ നിന്നാൽ തന്നെ അതിനെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തോട്ട് കയറി. വാതിലൊക്കെ അടുത്ത് ചെല്ലുമ്പോഴേ തനിയെ തുറന്നു തരും കേട്ടോ. ഇവിടുത്തെ വാതിലൊക്കെ ഉണ്ടോ, തന്നാലെ തുറന്നു തന്നു. അകത്ത് കയറി ബാത്റൂമിൽ പോയി, ഒന്ന് ആശ്വാസമായി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് അതിലൂടെ ഞങ്ങൾ അപ്പുറത്തേക്ക് കാറിൻ്റെ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണ വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. കുട്ടികൾക്കുള്ള നിറയെ വ്യത്യാസമായ ടോയ്സുകൾ, നല്ല ഭംഗിയുണ്ട്. യഥാർത്ഥ ഒരു രൂപവും യഥാർത്ഥമായിട്ടുള്ള കാണുന്ന ഭംഗിയൊക്കെയാണ് അതിന് ഉണ്ടായിരുന്നത്. അതുമൊക്കെ കണ്ട് ഞങ്ങൾ, എൻ്റെ മോള് കണ്ട ഞങ്ങളെ എന്നും പിടിക്കാണ്ട് കിടന്ന് ഓടണത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ചോക്കോ ബാറ് വേണം, ചോക്ലേറ്റ് വേണം, മിൽക്കി ബാറ് വേണം. അവളുടെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് മിൽക്കി ബാറ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റോഡിലോട്ട് വന്ന് വീണ്ടും കണ്ട ഒരു കുഴിച്ചിട്ട ചന്ദ്രകല. ഇങ്ങനെ ഒത്തിരി കാണാം. ഞാൻ എടുത്തതെല്ലാം ഏകദേശം ഒരു 1/4 ഭാഗവും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 1ഉം 2ഉം മാത്രം തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ഇനി ഖത്തറിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നടന്ന് ഏകദേശം ഒരു പരുവമായി. അത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഒരു വിളക്ക് കണ്ടു, ലൈറ്റ് കണ്ട. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തോ ഒരു ഫ്രൂട്ട്സിൽ എന്തോ ഒരു സാധനം ആണെന്ന് പോലെ തോന്നുന്നു. എനിക്ക് എന്താണെന്ന് വരണില്ല അത് പറയാനായിട്ട്. എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, ബായ്.